आपको याद होगा G20 समिट में हमने कई बड़े देशों के साथ मिलकर इंडिया मिडिल ईस्ट यूरोप कॉरिडोर पर सहमति बनाई है। इस रूट पर केरला बहुत महत्वपूर्ण पोजीशन पर है। केरला को इसका बहुत लाभ होने वाला है। നിങ്ങൾക്ക് ഓർമ്മ കാണും G20 സമ്മിറ്റിൽ നാം വലിയ രാജ്യങ്ങളോടൊപ്പം ചേർന്ന് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ എന്ന കാര്യത്തിന് അനുവാദം നേടിയിട്ടുണ്ട്. ഈ റൂട്ടിൽ കേരളം വളരെ മുന്നിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിന് ഇതിലൂടെ വളരെയധികം लाभकरമായ കാര്യങ്ങൾ ഉണ്ടാകും. साथियों, देश के मैरीटाइम सेक्टर को नई ऊंचाई देने में प्राइवेट सेक्टर का भी अहम योगदान है। पब्लिक प्राइवेट पार्टनरशिप के तहत पिछले 10 वर्षों में हजारों करोड़ रुपए का निवेश हुआ है। इस भागीदारी से न केवल हमारे पोर्ट्स ग्लोबल स्टैंडर्ड पर अपग्रेड हुए हैं, बल्कि वो फ्यूचर रेडी भी बने हैं। प्राइवेट सेक्टर की भागीदारी से इनोवेशन और एफिशिएंसी दोनों को बढ़ावा मिला है। और शायद मीडिया के लोगों ने एक बात पर ध्यान केंद्रित किया होगा, जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है। സുഹൃത്തുക്കളെ, രാജ്യത്തിന്റെ മാരിടൈം സെക്ടറിൽ ഉന്നതങ്ങൾ കീഴടക്കുന്നതിന് നാം പ്രൈവറ്റ് സെക്ടറിനും ആവശ്യമായ പരിഗണന നൽകണം. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഈ പങ്കാളിത്തം കേവലം നമ്മുടെ പോർട്സ് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ അത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മാത്രമല്ല, ഫ്യൂച്ചർ റെഡിയായി ഇത് നിലനിർത്തുന്നതിനും പ്രയോജനപ്പെടുത്തണം. പ്രൈവറ്റ് സെക്ടറിന്റെ പങ്കാളിത്തം, ഇന്നവേഷൻ, എഫിഷ്യൻസി ഇത് രണ്ടും വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പോർട്ട് മിനിസ്റ്റർ അദ്ദേഹം സ്വാഗതം പറഞ്ഞപ്പോൾ ശ്രീ അദാനിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രൈവറ്റ് മേഖലയ്ക്ക് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രിയും ഇക്കാര്യത്തിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്.